UAE-യിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പണികഴിപ്പിച്ചതോടെ വർഷങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, പാരമ്പര്യങ്ങളുടെ സങ്കലനം കൂടിയാണ്. വൈവിധ്യങ്ങളിൽ മഹത്വം കാണുന്നവരാണ് ഭാരതീയരെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. UAE-യുടെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചു. ഈ മഹത്തായ സേവനം ലോകം മുഴുവൻ ഓർക്കുമെന്നും ഹൈന്ദവ ചിഹ്നങ്ങളുള്ള ക്ഷേത്രം നിർമ്മിക്കാൻ പ്രേരണ നൽകിയത് UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ വിശാല കാഴ്ചപ്പാടാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഷിൻസ് ചേരുന്നു വിവരങ്ങളുമായി. ഷിൻസ്, വിശദാംശങ്ങൾ. രോഹിണി, പ്രവാസികളുടെ ഒരു സ്വപ്ന സാഫല്യം ആണ് ഇപ്പോൾ സ്വപ്ന സ്ഥാപനത്തിന് സമാപനമായിരിക്കുന്നത്. പ്രവാസികൾ സ്വപ്നം കണ്ടിരുന്ന ഒരു ക്ഷേത്രം അബുദാബിയിൽ ഇപ്പോൾ ക്ഷേത്രം ഭക്തരെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതും മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രം, പൂർണ്ണമായി ശിലകൾക്കൊണ്ട് നിർമ്മിച്ചിരുന്ന ക്ഷേത്രം ഒരു അത്ഭുത നിർമ്മിതിയാണ്. ആ ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങാണ് അല്പം മുമ്പ് കഴിഞ്ഞത്. ഭാരതത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം ഭക്തർക്കായി സമർപ്പിച്ചു. നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശനത്തിന് ശേഷമായിരുന്നു ക്ഷേത്രത്തിന് സ്ഥലം അനുവദിച്ചത്. ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് ഒരു നന്ദി പ്രസംഗം പോലെ ക്ഷേത്രം ഭക്തർക്കായി സമർപ്പിച്ച ശേഷം ക്ഷണിക്കപ്പെട്ട അതിഥികളോട് സംസാരിക്കാൻ പറഞ്ഞത്. UAE നൽകിയ പിന്തുണ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന്, UAE പോലത്തെ രാജ്യത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിച്ച UAE ഭരണാധികാരികളുടെ നന്ദി അദ്ദേഹം എടുത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രവാസികൾക്കായി ഒരു ക്ഷേത്രം സമർപ്പിക്കാൻ സാധിച്ചതിൽ അയോധ്യയിൽ ക്ഷേത്രം സമർപ്പിച്ചു. ഇപ്പോൾ അബുദാബിയിൽ ഒരു ക്ഷേത്രം സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിൽ ഒത്തിരി അയോധ്യയേക്കാൾ ഏറെ സന്തോഷം ഇപ്പോൾ അബുദാബിയിൽ തോന്നുന്നു കൂടി നരേന്ദ്രമോദി പറഞ്ഞു. അപ്പോഴാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം നരേന്ദ്രമോദിക്ക് ഈ അബുദാബിയിലെ ക്ഷേത്രമായുള്ള ഒരു അഭേദ്യമായ ബന്ധം. നരേന്ദ്രമോദിയുടെ ഓരോ നീക്കവുമാണ് ക്ഷേത്രം സാധ്യമാക്കിയത്. നരേന്ദ്രമോദി ക്ഷേത്രത്തിന്റെ ഓരോ നിർണായക ഘട്ടങ്ങളിലും, ക്ഷേത്രത്തിന്റെ ഭൂമി പൂജ അടക്കമുള്ള ഓരോ ഘട്ടത്തിലും നരേന്ദ്രമോദി UAE-യിലെത്തി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ലഭിച്ചിരുന്നെന്ന് ബാസ് അധികൃതർ ക്ഷേത്ര നിർമ്മാണത്തെ ചുക്കാൻ പിടിച്ച ബച്ചേഴ്സ് നിവാസി അക്ഷരപരിശോധന സംസ്ഥയുടെ ആൾക്കാർ തന്നെ നമ്മോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പ്രവാസികളുടെ സ്വപ്ന സാഫല്യം ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ ക്ഷേത്രം കാണാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 1 മുതലാണ് വിശ്വാസികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമെങ്കിലും ഇപ്പോഴും നിരവധി ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. ദൂരെ നിന്നെങ്കിലും ക്ഷേത്രം ഒരു നോക്ക് കാണുവാനായി. ഇപ്പോൾ ഞാനിവിടെ ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ക്ഷേത്രം അക്ഷരാർത്ഥത്തിൽ ഒരു വിസ്മയം തന്നെയാണ്, ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഒരു ചരിത്ര നിമിഷത്തിന് മുന്നിലാണ് UAE-യിലെ പ്രവാസികൾ. രോഹിണി, ശരി, ഷിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.